Hi all, welcome to Wings to Win Education. Isocon. Isoconne നമ്മൾ also termed as isoproduct curve or equal product curve or production indifference curve. ഐസോകോണ്ട് അറിയപ്പെടുന്ന പേരുകളാണ് എന്ത് ഐസോപ്രൊഡക്റ്റ് കേവ്, ഈക്വൽ പ്രൊഡക്റ്റ് കേവ്, പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കേവ്. ഈ ഒരു പേരുകളിലെല്ലാം ഐസോകോണ്ട് അറിയപ്പെടുന്നുണ്ട്. The term isocon or isoproduct is composed of two words. ഐസോകോണ്ട് അല്ലെങ്കിൽ ഐസോപ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ട് വേർഡ്സ് കൂടിയതാണ്. ഐസോ ആൻഡ് ക്വാണ്ട് അല്ലെ. ഐസോ ക്വാണ്ട് എന്ന് പറയുമ്പോൾ ഐസോ പ്ലസ് ക്വാണ്ട്. ഐസോ മീൻസ് ഈക്വൽ, ക്വാണ്ട് മീൻസ് ക്വാണ്ടിറ്റി, അതായത് ഈക്വൽ ക്വാണ്ടിറ്റി എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ഐസോ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴോ ഐസോ മീൻസ് ഈക്വൽ, പ്രോഡക്റ്റ് മീൻസ് ഔട്ട്പുട്ട്, ഈക്വൽ ഔട്ട്പുട്ട്. അതുപോലെ ഈ ഐസോ കോണ്ട് അല്ലെങ്കിൽ ഐസോ പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു പേരിൽ തന്നെ എന്താണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. Thus, it means equal quantity or equal product. Different factors are needed to produce a good. ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആവശ്യമാണ്. ദീസ് ഫാക്ടേഴ്സ് മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ അനദർ. ഇതെന്താവാം? സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആവാം, സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലാതാവാം അല്ലേ. ഒന്നിന് പകരം വെക്കാൻ കഴിയുന്നതാവാം, അല്ലെങ്കിൽ പകരം വെക്കാൻ കഴിയാത്ത ഫാക്ടേഴ്സും ആവാം. A given quantity of output may be produced with different combination of factors. ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, ഒരു ഫാക്ടറിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടാണ്. ഐസോകോൺ കർവ്സ് ആർ ഓൾസോ നോൺ ആസ് സിൻസ് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഫ്രം ദി തിയറി ഓഫ് കൺസംഷൻ ടു ദി തിയറി ഓഫ് പ്രൊഡക്ഷൻ. ഈ ഐസോകോൺ കർവിനെ നമുക്ക് എങ്ങനെയും പറയാം, നമ്മൾ കൺസ്യൂമേഴ്സ് ബിഹേവിയർ പഠിച്ച സമയത്ത് ഇൻഡിഫറൻസ് കർവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ അതേ ലോജിക് തന്നെയാണ് ഐസോകോണ്ട് കർവിനും വരുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നും കൺസംഷനിൽ നിന്നും പ്രൊഡക്ഷനിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ ഒരു ഐസോകോണ്ട് കർവിനെ വിലയിരുത്തുന്നത്. അതായത് ഇൻഡിഫറൻസ് കർവ് നമ്മൾ കൺസംഷൻ്റെ കേസിൽ പറയുമ്പോൾ ഐസോകോണ്ട് കർവ് നമ്മൾ പ്രൊഡക്ഷൻ്റെ കേസിലാണ് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ത് തീമാണോ മുന്നോട്ട് വെക്കുന്നത് അതേ തീം തന്നെയാണ് ഐസോകോണ്ട് കർവും മുന്നോട്ട് വെക്കുന്നത്. Thus, an isoproduct or isocon curve is that curve which shows the different combinations of two factors yielding the same total product. അതായത് ഐസോകോണ്ട് എന്താണ് കാണിക്കുന്നത്? സെയിം ടോട്ടൽ പ്രോഡക്റ്റ് ഈൽഡ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് എന്ത് കാണിക്കുന്നത്? ഐസോ പ്രോഡക്റ്റ് കർവ് കാണിക്കുന്നത്. നമ്മുടെ ഇൻഡിഫറൻസ് കർവിനെ പോലെ തന്നെ ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഐസോകോണ്ടിനുള്ള മാറ്റം എന്തേ ഉള്ളൂ? ഇവിടെ ഐസോകോണ്ട് ടോട്ടൽ പ്രൊഡക്റ്റിനെ, സെയിം ടോട്ടൽ പ്രൊഡക്റ്റിനെയാണ് കാണിക്കുന്നതെങ്കിൽ സെയിം യൂട്ടിലിറ്റീനെ അല്ലെങ്കിൽ സെയിം സാറ്റിസ്ഫാക്ഷനെയായിരുന്നു ഇൻഡിഫറൻസ് കർവ് കാണിച്ചിരുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഈ ഒരു ഐസോകോണ്ടും ഇൻഡിഫറൻസ് കർവും തമ്മിൽ ഉള്ളൂ. ലൈക്ക് ഇൻഡിഫറൻസ് കർവ്സ്, ഐസോകോൺ കർവ്സ് ആൾസോ സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഐസോകോണ്ട് കർവും എന്ത് തന്നെയാണ്? ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെ ഡൗൺവേർഡ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ള ഒരു ഡൗൺവേർഡ് സ്ലോപ്പാണ് കാണിക്കുന്നത്. ദി സ്ലോപ്പ് ഓഫ് ആൻ ഐസോകോൺ കർവ് എക്സ്പ്രസസ് ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് MRTS. ഐസോകോണ്ട് കർവിൻ്റെ സ്ലോപ്പ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് ഐസോകോണ്ട് കർവിൻ്റെ സ്ലോപ്പ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്തായിരുന്നു? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS ആയിരുന്നു. MRTS ആണ് ഐസോകോണ്ട് കർവിൻ്റെ സ്ലോപ്പ്. ഇനി ഡിഫറൻസ് എക്കണോമിസ്റ്റുകൾ ഈ ഒരു ഐസോകോണ്ട് കർവിനെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് വേർഡ്സ് ആണെങ്കിലും അവരുടെയൊക്കെ തീം സെയിം തന്നെയാണ്. എന്തൊക്കെയാണ് ഡെഫിനിഷൻസ് എന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ട് പോവാം. The isoproduct curve shows the different combinations of two resources with which a firm can produce equal amount of product എന്നുള്ളതാണ്. ഇതാണ് ബിലാസ് എന്ന് പറയുന്ന ആളുടെ ഡെഫിനിഷൻ. The isoproduct curve shows different combinations of two resources. റിസോഴ്സസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെയാണ് ആര് കാണിക്കുന്നത്? ഐസോപ്രോഡക്റ്റ് കർവ് കാണിക്കുന്നത്. വിച്ച് എ ഫേം ക്യാൻ പ്രൊഡ്യൂസ് ഈക്വൽ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. ഒരു ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഈക്വൽ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫേം കമ്പൈൻ ചെയ്യുന്ന ടു റിസോഴ്സസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനെയാണ് ഐസോപ്രോഡക്റ്റ് കർവ് ഷോ ചെയ്യുന്നത് എന്നുള്ളതാണ് ബിലാസ് പറയുന്നത്.
ഇനി സാമുവൽസൺ എന്താ പറയുന്നതെന്ന് നോക്കാം. ഐസോപ്രോഡക്റ്റ് കർവ് ഷോസ് ദി ഡിഫറെന്റ് ഇൻപുട്സ് കോമ്പിനേഷൻസ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഗിവൺ ഔട്ട്പുട്ട്. ഒരു ഗിവൺ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഇൻപുട്ട് കോമ്പിനേഷൻസിനെയാണ് ഐസോപ്രോഡക്റ്റ് കർവ് കാണിക്കുന്നത് എന്നുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് സാമുവൽസൺ ഐസോകോണ്ട് കർവിന് നൽകിയിട്ടുള്ളത്. An isocone curve may be defined as a curve showing the possible combinations of two variable factors that can be used to produce the same total product. Same total product produce ചെയ്യുന്ന two variable factorsന്റെ കോമ്പിനേഷനെയാണ്, പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷനെയാണ് ഐസോകോണ്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പീറ്റേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും സെയിം തീം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഐസോകോണ്ട് കർവിൻ്റെ അല്ലെങ്കിൽ ഈക്വൽ പ്രൊഡക്റ്റ് കർവിൻ്റെ അസംഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ടു ഫാക്ടേഴ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓൺലി ടു ഫാക്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടു ഫാക്ടേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ലേബർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടു ഫാക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ ഡിവിസിബിൾ ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്സ്. ഈ ഒരു ഫാക്ടേഴ്സിനെ ലേബർ ആവട്ടെ ക്യാപിറ്റൽ ആവട്ടെ അതിനെന്ത് ചെയ്യാൻ പറ്റും, സ്മോൾ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് സ്മോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കുന്നില്ല, എവിടെ വെച്ചും മാറ്റം സംഭവിക്കുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോസിബിലിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ പോസിബിലിറ്റിനെയും കൂടെ അവിടെ പറയുന്നുണ്ട്. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ദ ടു ഫാക്ടേഴ്സ് ഈസ് ടെക്നിക്കലി പോസിബിൾ. രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കലി പോസിബിൾ ആണ്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ടൈപ്പ് റാദർ ദാൻ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. ഫിക്സ്ഡ് പ്രൊപ്പോർഷനേക്കാളും എന്താണ്, വേരിയബിൾ പ്രൊപ്പോർഷൻ ആയിരിക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ദെൻ എഫിഷ്യന്റ് കോമ്പിനേഷൻസ് ആണ് നെക്സ്റ്റ് അസംഷൻ. അണ്ടർ ദി ഗിവൺ ടെക്നിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി യൂസ്ഡ് വിത്ത് മാക്സിമം എഫിഷ്യൻസി. എന്താണ്, മാക്സിമം എഫിഷ്യൻസി ആയിരിക്കും പ്രൊഡക്ഷന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഐസോപ്രോഡക്റ്റ് ഷെഡ്യൂൾ. എന്താണ് ഐസോപ്രോഡക്റ്റ് ഷെഡ്യൂൾ? ലെറ്റ് us suppose that there are two factor inputs ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബർ ക്യാപിറ്റൽ എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഇൻപുട്സ് നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഐസോപ്രോഡക്റ്റ് ഷെഡ്യൂൾ ഷോസ് ദ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ദീസ് ടു ഇൻപുട്സ് ദാറ്റ് yield the same level of output as shown in table. ഈ ടേബിൾ കാണിക്കുന്ന പോലെ തന്നെ സെയിം ഔട്ട്പുട്ട് ഗിവൺ ചെയ്യുന്ന ഈ ഒരു ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും കോമ്പിനേഷനെയാണ് ഐസോപ്രോഡക്റ്റ് ഷെഡ്യൂൾ കാണിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ എന്താണ്, 1 യൂണിറ്റ് ഓഫ് ലേബറും 15 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലുമാണ് കാണിക്കുന്നത്. ഈ 1 യൂണിറ്റ്സ് ഓഫ് ലേബറും 15 യൂണിറ്റ്സ് ഓഫ് ലേബറും കൂടെ കൂട്ടുമ്പോൾ 200 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക്, അല്ലെങ്കിൽ 200 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് നമുക്ക് ലഭ്യമാവും. അതുപോലെ തന്നെ 2 യൂണിറ്റ്സ് ഓഫ് ലേബറും 11 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും കമ്പൈൻ ചെയ്യുമ്പോൾ 200 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 3 and 8, 4 and 6, 5 and 5 ഇങ്ങനെ ഇൻപുട്സിനെ ഡിഫറെൻറ്റ് രീതിയിൽ കമ്പൈൻ ചെയ്തപ്പോൾ ഏതെല്ലാം യൂണിറ്റ്സിലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് സെയിം പ്രോഡക്റ്റ് കിട്ടുന്നത്. സെയിം പ്രോഡക്റ്റ് കിട്ടുന്ന ടു ഇൻപുട്സിൻ്റെ കോമ്പിനേഷനെയാണ് ഐസോപ്രോഡക്റ്റ് ഷെഡ്യൂള് അല്ലെങ്കിൽ ഐസോകോണ്ട് പ്രോഡക്റ്റ് ഷെഡ്യൂള് കാണിക്കുന്നത്. The table shows that the 5 combinations of labor units and units of capital at the same level of output 200 meters of cloth. അല്ലേ, അതിലെ എല്ലാ കോമ്പിനേഷൻസും 5 കോമ്പിനേഷനും എന്താണ്, 200 meters of cloth ആണ് തരുന്നത്. Thus 200 meters of cloth can be produced by combining 1 units of labor and 15 units of capital, 2 units of labor and 11 units of ക്യാപിറ്റൽ. ഇങ്ങനെ ഈ ഒരു 5 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 200 meters ഓഫ് ക്ലോത്ത് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. From the above schedule, isoproduct curve can be drawn with the help of a diagram. ആ ഒരു ഷെഡ്യൂളിന്റെ ബേസിലാണ് ഐസോപ്രോഡക്റ്റ് കർവ് അല്ലെങ്കിൽ ഐസോകോണ്ട് കർവ് നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ് റെപ്രസെന്റ്സ് all those combinations of two inputs which are capable of producing the same level of output. Same level of output produce ചെയ്യാൻ capable ആയിട്ടുള്ള two inputsന്റെ കോമ്പിനേഷനെയാണ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ ഐസോകോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്.
The figure shows the various combinations of labor and capital which give the same amount of output. Same amount of output given ചെയ്യുന്ന 5 കോമ്പിനേഷൻസിനെയാണ് ഈ ഒരു IQ എന്ന് പറയുന്ന ഐസോകോണ്ട് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്. A, B, C, D and E. A, B, C, D and E. ഈ 5 പോയിന്റ്സും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? IQ എന്ന് പറയുന്ന സെയിം പ്രോഡക്റ്റ്, സെയിം ഔട്ട്പുട്ട് ആണ് നമുക്ക് തരുന്നത്. അതാണ് ഈ ഒരു ഐസോകോണ്ട് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഐസോകോണ്ട്. ഐസോകോണ്ടിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഐസോകോണ്ട് മേ അസ്യൂം വാരിയസ് ഷേപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയുടെ ബേസിൽ അതിന്റെ ഡിഗ്രിക്ക് അനുസരിച്ച് ഐസോകോണ്ടിനെ മെയിൻ ആയിട്ടും 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലീനിയർ ഐസോകോണ്ട്, റൈറ്റ് ആംഗിൾ ഐസോകോണ്ട്, കിങ്ഡ് ഐസോകോണ്ട് ആൻഡ് കോൺവെക്സ് ഐസോകോണ്ട്. ഇനി ഈ 4 ഐസോകോണ്ടും അതിൻ്റെ ഷേപ്പും അതിൻ്റെ കേർവും നമുക്കൊന്ന് നോക്കാം. Linear isochond. Linear isochond, it assumes perfect substitutability of factors of production. Linear isochond എന്താണ് കാണിക്കുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് കാണിക്കുന്നത്. ഈ ലേബറും ക്യാപിറ്റലും തമ്മിൽ എന്താണ്? പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ലീനിയർ ഐസോകോണ്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എ ഗിവൻ കമ്മോഡിറ്റി മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ഓൺലി ക്യാപിറ്റൽ ഓർ ഓൺലി വിത്ത് ലേബർ ഓർ ബൈ ആൻ ഇൻഫിനിറ്റ് കോമ്പിനേഷൻസ് ഓഫ് ബോത്ത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലേബർ മാത്രം യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ക്യാപിറ്റലിനെയും ലേബറിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, പെർഫെക്റ്റ് ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ലീനിയർ ഐസോകോണ്ട് കാണിക്കുന്നത്. റൈറ്റ് ആംഗിൾ ഐസോകോണ്ട്. എന്താണ് റൈറ്റ് ആംഗിൾ ഐസോകോണ്ട് കാണിക്കുന്നത്? ഓൾസോ ടൈംഡ് ആസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട്. റൈറ്റ് ആംഗിൾ ഐസോകോണ്ടിന്റെ മറ്റൊരു പേരെന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട് എന്നുള്ളതാണ്. ഇറ്റ് അസ്യൂംസ് സ്ട്രിക്റ്റ് കോംപ്ലിമെന്റാരിറ്റി ഓർ സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതെന്താണ് അസ്യൂം ചെയ്യുന്നത്? ഈ റൈറ്റ് ആംഗിൾ ഐസോകോണ്ട് അല്ലെങ്കിൽ എൽ ഷേപ്ഡ് ആണ് അല്ലേ, റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഒരു ഐസോകോണ്ട് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ്. ഈ ക്യാപിറ്റലും ലേബറും തമ്മിൽ എന്ത് ചെയ്യാനാവില്ല? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ആവില്ല. അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോംപ്ലിമെന്റാരിറ്റിയാണ് ഈ ഒരു റൈറ്റ് ആംഗിൾ ഐസോകോണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട് കാണിക്കുന്നത്. There is only one method of production for any one commodity. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഈ Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ C എന്ന് പറയുന്ന ഒരു മെത്തേഡ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ C എന്ന് പറയുന്ന കോമ്പിനേഷൻസ് മാത്രമേ അവിടെ Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. This takes the shape of right angle, so it is called right angle isocond. ഒരു റൈറ്റ് ആംഗിൾ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് ആംഗിൾ ഐസോകോണ്ട് എന്ന് വിളിക്കുന്നത്. This type also known as Leontief isocond after Leontief who invented the input output analysis. ലിയോണ്ടിഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഇൻവെന്റ് ചെയ്തതിനു ശേഷം ഇത് ലിയോണ്ടിഫ് ഐസോകോണ്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി കിങ്ഡ് ഐസോകോണ്ട്. എന്താണ് കിങ്ഡ് ഐസോകോണ്ട്? ഓൾസോ ടേംഡ് ആസ് ആക്ടിവിറ്റി അനാലിസിസ് ഐസോകോണ്ട് ഓർ ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോണ്ട്. ഇത് ആക്ടിവിറ്റി അനാലിസിസ് ഐസോകോണ്ട് എന്ന പേരിലും ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോണ്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഐസോകോൺസ് മെയിൻലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആക്ടിവിറ്റി അനാലിസിസ് ഐസോകോണ്ട് എന്നും ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇറ്റ് അസ്യൂംസ് ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് ഇത്തരം ഐസോകോൺസ് കാണിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഈസ് പോസിബിൾ ഓൺലി അറ്റ് ദ കിങ്സ്. ഈ ABCD എന്ന് പറയുന്ന പോയിന്റ്സ് ആണ് കിങ്സ് എന്ന് പറയുന്നത്. ഈ കിങ്സിൽ മാത്രമേ എന്താവുള്ളൂ? സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ ആവുകയുള്ളൂ. ഇവിടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ലേബറും ക്യാപിറ്റലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത്തരം ഐസോകോണ്ടിനെയാണ് കിങ്ഡ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഇതെന്താണ് കാണിക്കുന്നത്? ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. Then smooth convex isocond. It assumes continuous substitutability of capital and labor over a certain range beyond which factors cannot substitute each other. Isocond appears as a smooth curve convex to the origin.
ഇത് കോൺവെക്സ് ടു ദ ഒറിജിൻ നമ്മുടെ നോർമൽ ഐസോകോണ്ടാണ്. ഇതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി, ലേബറും ക്യാപിറ്റലും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയാണ് സ്മൂത്ത് കോൺവെക്സ് ഐസോകോണ്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഐസോ പ്രോഡക്റ്റ് മാപ്പ് ഓർ ഈക്വൽ പ്രോഡക്റ്റ് മാപ്പ്. നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവ് എന്താണോ അതേ ആശയം തന്നെയാണ് ഇൻഡിഫറൻസ് കർവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് ആയിട്ടുള്ള ഐസോകോണ്ട് മുന്നോട്ട് വെക്കുന്നത്. ഇൻഡിഫറൻസ് കർവും ഐസോകോണ്ട് കർവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഐസോകോണ്ട് പ്രൊഡക്ഷൻ്റെ കേസിലാണ്, ഇൻഡിഫറൻസ് കർവ് കൺസംഷൻ്റെ കേസിലാണ് എന്നുള്ളതാണ്. അത് ഇൻഡിഫറൻസ് കർവ് പറഞ്ഞ പോലെ തന്നെ ഇൻഡിഫറൻസ് മാപ്പും നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഐസോ പ്രോഡക്റ്റ് മാപ്പ് അല്ലെങ്കിൽ ഈക്വൽ പ്രൊഡക്റ്റ് മാപ്പ് അല്ലെങ്കിൽ ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു കൂട്ടം ഐസോകോൺസിനെയാണ് ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്തായിരുന്നു? ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകളെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കൂട്ടം ഐസോകോണ്ടുകളെയാണ് ഐസോകോണ്ട് മാപ്പ് ഓർ ഐസോ പ്രോഡക്റ്റ് മാപ്പ് ഓർ ഈക്വൽ പ്രോഡക്റ്റ് മാപ്പ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഐസോ പ്രോഡക്റ്റ് മാപ്പ് ഷോസ് എ സെറ്റ് ഓഫ് ഐസോ പ്രോഡക്റ്റ് കർവ്സ് which shows the different levels of output. Different levels of output കാണിക്കുന്ന ഒരു ഐസോ പ്രോഡക്റ്റ് കർവുകളുടെ കൂട്ടത്തെയാണ് ഐസോ പ്രോഡക്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. A higher iso product curve represent a higher level of output. ഹയർ ആയിട്ടുള്ള ഐസോ പ്രോഡക്റ്റ് കർവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇൻ ഫിഗർ വി ഹാവ് ഫാമിലി ഐസോ പ്രോഡക്റ്റ് കർവ്സ് ഈച്ച് റെപ്രസെന്റിങ് എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ താഴെ ഐസോ പ്രോഡക്റ്റ് മാപ്പ് കർവ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണ്? ഓരോ കർവും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓരോ ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദി ഐസോ പ്രോഡക്റ്റ് മാപ്പ് ലുക്സ് ലൈക്ക് ദി ഇൻഡിഫറൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അനാലിസിസ്. Each indifference curve represents particular level of satisfaction which cannot be quantified. അല്ലേ? എല്ലാ ഐസോ പ്രോഡക്റ്റ് കർവ് പോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് എന്തിനെയായിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത്? ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെയായിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത്. A higher indifference curve represents higher level of satisfaction, but we cannot say by how much satisfaction is more or less. അല്ലേ? നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ഐസോ പ്രോഡക്റ്റ് കർവ് പോലെ ഐസോകോണ്ട് കർവ് പോലെ അളക്കാൻ പറ്റില്ല. ഓരോ ഇൻഡിഫറൻസ് കർവും തമ്മിലുള്ള സാറ്റിസ്ഫാക്ഷൻ എത്ര കൂടുതലാണ് എത്ര കുറവാണ് എന്നുള്ളത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനാവില്ല. പക്ഷെ ഐസോ പ്രൊഡക്റ്റ് കർവിൻ്റെ കാര്യത്തിൽ ഐസോകോണിൻ്റെ കാര്യത്തിൽ എത്രയാണ് ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് ന്യൂമറിക്കലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു വ്യത്യാസം. സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ്. ഇതാണ് ഇൻഡിഫറൻസ് മാപ്പിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. An isoproduct curve on the other hand represents a particular level of output. ഓരോ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് കാണിക്കുന്നത്. ഓരോ ഐസോകോണ്ടും ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട് ബീങ് എ ഫിസിക്കൽ മാഗ്നിറ്റ്യൂഡ് ഈസ് മെഷറബിൾ. ഫിസിക്കൽ മാഗ്നിറ്റ്യൂഡിലൂടെ മെഷർ ചെയ്യാൻ കഴിയുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ടേം. We can therefore know the distance between two equal product curves. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് കർവുകൾ തമ്മിലുള്ള ഈ ഐസോകോണ്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. While indifference curves are labeled as IC1, IC2, IC3, etc., the isoproduct curves are labeled by the units of output. They represent 100 meters, 200 meters, 300 meters of cloth and so on. അതായത് നമുക്ക് ഇൻഡിഫറൻസ് കർവ് മാപ്പിൽ നമ്മൾ IC1, IC2, IC3, IC4 അങ്ങനെ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ IQ1, IQ2, IQ3, IQ4 എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്ത് മെഷർ ചെയ്യാൻ കഴിയും? ഇപ്പം നമുക്ക് ഒന്നാമത്തെ IQ1, ഒന്നാമത്തെ ഐസോകോണ്ട് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 100 മീറ്റർ ഔട്ട്പുട്ടാണ്, 100 മീറ്റേഴ്സ് ഓഫ് ഔട്ട്പുട്ടാണ് നമുക്ക് ഒന്നാമത്തെ ഐസോകോണ്ട് നൽകുന്നതെങ്കിൽ രണ്ടാമത്തെ ഐസോകോണ്ട് 200 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് IQ1ഉം IQ2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 100 ആണ് എന്ന് നമുക്ക് പറയാനാവും അല്ലേ? ഇനി ഹയർ ലെവൽ ഓഫ് ഐസോകോണ്ട് എന്തിനെ കാണിക്കുന്നു? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് നൽകുന്ന, ഏറ്റവും ഹയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നൽകുന്നത് ഏതാണ്? ഏറ്റവും മുകളിലുള്ള, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഐസോകോണ്ടാണ്.
Principle of marginal rate of technical substitution. The principle of marginal rate of substitution, that is MRTS, is based on the production function where two factors can be substituted in variable proportion in such a way as to produce a constant level of output. അതായത് നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ കേസിൽ MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ളതാണ് MRTS എന്ന് പറയുന്ന മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് എന്താണ് ചെയ്യുന്നത്? ടു ഫാക്ടേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെ. വേരിയബിൾ പ്രൊപ്പോർഷനിൽ ടു ഫാക്ടേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ തോതിനെയാണ് ഈ ഒരു MRTS അളക്കുന്നത്. ലേബറിന് പകരം എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റലിന് പകരം എത്ര ലേബർ യൂസ് ചെയ്യുന്നു, അതിന്റെ ഒരു റേഷ്യോനെയാണ് എന്ത് കാണിക്കുന്നത്? MRTS കാണിക്കുന്നത്. The marginal rate of technical substitution between two factors, C that represents capital and L that represents labor, MRTC LC, is the rate at which L can be substituted for C in the production of good X without changing the quantity of output. അതായത് ഗുഡ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റി സെയിം ക്വാണ്ടിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് ലേബറിനെയും ക്യാപിറ്റലിനെയും ഏതെല്ലാം രീതിയിൽ സാക്രിഫൈസ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലേബറിന് പകരം എത്ര ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ക്യാപിറ്റലിന് പകരം എത്ര ലേബർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? MRTS LC അല്ലെങ്കിൽ MRTS LK എന്നൊക്കെ പറയുന്നത്. As we move along an isocone downward to the right, each point on it represents the substitution of labor for capital. നമ്മൾ താഴേക്ക് ഒരു ഐസോകോണ്ട് കർവിന്റെ താഴേക്ക് പോകും തോറും എന്താണ് കാണിക്കുന്നത്? ക്യാപിറ്റലിന് പകരം ലേബേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് താഴേക്ക് പോകുന്തോറും കാണിക്കുന്നത്. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താ കാണിക്കുന്നത്? ലേബേഴ്സിന് പകരം ക്യാപിറ്റലിനെയാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ലേബേഴ്സിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് കൂടുതൽ ക്യാപിറ്റലിനെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. MRTS is the loss of certain units of capital which will just be compensated for by additional units of labor at that point. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ക്യാപിറ്റലിനെ നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്യണം? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ഓഫ് ലേബറിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുമ്പോൾ എത്ര യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ അവിടെ നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്നു, ഗിവൺ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് MRTS കാണിക്കുന്നത്. ഈ MRTS എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ഐസോകോണിന്റെ സ്ലോപ്പ് ആണെന്ത്? MRTS എന്ന് പറയുന്നത്. In other words, the marginal rate of technical substitution of labor for capital is the slope or gradient of the isocone at a point. Accordingly, slope is equal to MRTS LC is equal to AC by AL. This can be understood with the aid of the isocone schedule in table. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഐസോകോൺ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ 4 കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലേബറിന്റെ യൂണിറ്റ്സ്, ക്യാപിറ്റൽ യൂണിറ്റ്സ്, ദെൻ MRTS LC ഔട്ട്പുട്ട്. ഈ 100 ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു 4 രീതിയിലുള്ള കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 യൂണിറ്റ്സ് ഓഫ് ലേബറിന് എന്ത് ചെയ്തിട്ടുണ്ട്? 9 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യാണ്? ഈ ഒരു 9 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലിനെ കുറക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? 5 യൂണിറ്റ്സ് ഓഫ് ലേബർ എക്സ്ട്രാ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ ഒഴിവാക്കി? 3 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്തു അല്ലെ. 9 - 6 ഈസ് ഈക്വൽ ടു 3. ദെൻ 5 യൂണിറ്റ്സ് ഓഫ് അഡീഷണൽ ആയിട്ട് 5 യൂണിറ്റ്സ് ഓഫ് ലേബറിനെ ആഡ് ചെയ്തപ്പോൾ 3 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്തു. അതാണ് MRTS LC കാണിക്കുന്നത്. 3:5 എന്നുള്ളതാണ്. ഡെൽറ്റ C ബൈ ഡെൽറ്റ L എന്നുള്ളതാണ് എന്ത് കാണിക്കുന്നത്? MRTS LC കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ C ബൈ ഡെൽറ്റ L 3/5 എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. 3:5. ദെൻ ഇവിടെ എക്സ്ട്രാ 5 കൂടെ 10ൽ നിന്ന് 15 ലേബർ കൂട്ടിയപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? 6ൽ നിന്നും 4 ആയിട്ട് ക്യാപിറ്റലിനെ കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ 2:5 ആയി. ദെൻ 50ൽ നിന്നും വീണ്ടും 20 ആയിട്ട് ഉയർത്തിയപ്പോൾ 4ൽ നിന്നും 3 ആയിട്ട് എന്തിനെ കുറയ്ക്കേണ്ടതായിട്ട് വന്നു?
ക്യാപിറ്റലിനെ കുറയ്ക്കേണ്ടതായിട്ട് വന്നു. അതാണ് 1:5. The above table 2 shows that in the second combination, to keep output constant at 100 units, the reduction of 3 units of capital requires the additional 5 units of labor. That is MRTS LC is equal to 3:5 or 3/5. In the third combination, the loss of 2 units of capital is compensated for by 5 more units of labor and so on. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡീഷണൽ ആയിട്ട് ലേബറിനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ക്യാപിറ്റലിനെ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗിവൺ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് MRTS LC കാണിക്കുന്നത്. ഇതാ ഇവിടെ അല്ലേ, നമ്മൾ എ എന്നുള്ള പോയിന്റിൽ നിന്നും ബി എന്നുള്ള പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു, ബിയിൽ നിന്നും ജിയിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലേബറും ക്യാപിറ്റലും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ചെയ്യപ്പെടുന്നുണ്ട്. ഇൻ ഫിഗർ അറ്റ് പോയിന്റ് ബി ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് AS/SB. പോയിന്റ് ബിയിൽ മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? AS/SB ആണ്. അതായത് ഈ എയിൽ നിന്നും ബിയിലേക്ക് മാറിയപ്പോൾ എത്ര എന്താ സംഭവിച്ചത്? ഇവിടെ ഇത്രയും ക്യാപിറ്റൽ 9 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിരുന്നു, ഇത്രയും ക്യാപിറ്റൽ യൂസ് ചെയ്തിരുന്നു. പക്ഷെ ബിയിലെത്തിയപ്പോൾ ക്യാപിറ്റൽ എന്തായിട്ട് കുറഞ്ഞു? ഇത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അല്ലെ, ക്യാപിറ്റൽ ഇത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AS എന്ന് പറയുന്നതാണ് ഡെൽറ്റ സി എന്ന് പറയുന്നത്. ദെൻ എത്ര ലേബറിന് അഡീഷണൽ ആയിട്ട് കൂട്ടി? 5 യൂണിറ്റ്സ് ഓഫ് ലേബറിന് അഡീഷണൽ വേണ്ടി വന്നു. SB എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ AS/SB എന്ന് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഇത്രയും ലേബർ. ഇത്രയും ക്യാപിറ്റലിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്തു, ഇത്രയും ലേബറിനെ ഇവിടെ അഡീഷണൽ ആയിട്ട് എംപ്ലോയ് ചെയ്യിപ്പിച്ചു. ടി പോയിന്റ് ജി, ഇറ്റ് ഈസ് BT/TG അല്ലെ. ജിയിൽ പോയിന്റ് ജിയിൽ എന്താണ്? അറ്റ് പോയിന്റ് ജി എന്താണ്? BT ഡിവൈഡഡ് ബൈ TG എന്നുള്ളതാണ് ഡെൽറ്റ C/Δl വരുന്നത്. ആൻഡ് അറ്റ് H ഇറ്റ് ഈസ് GR/RH അല്ലെ. എച്ചിലെത്തുമ്പോൾ അത് GR/RH ആയിട്ട് മാറും. ദി ഐസോകോൺ AH റിവീൽസ് ദാറ്റ് as the units of labor are successively increased into the factor combination to produce 100 units of good X, the reduction in the units of capital becomes smaller and smaller. ഇവിടെ ശ്രദ്ധിക്കുക, 5 യൂണിറ്റ്സ് ഓഫ് ലേബർ ആണ് എപ്പോഴും അഡീഷണൽ ആയിട്ട് നമ്മൾക്ക് എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അതിന് വേണ്ടിയിട്ട് ആദ്യം 3 ക്യാപിറ്റലിനെയാണ് ഒഴിവാക്കിയത്, പിന്നെ 2 ക്യാപിറ്റലിനെ ഒഴിവാക്കി, പിന്നെ 1 ക്യാപിറ്റലിനെയാണ് ഒഴിവാക്കിയത്. അതായത് നമുക്ക് സെയിം യൂണിറ്റ്സ് ഓഫ് ലേബറിനെ എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗിവൺ അപ്പ് ചെയ്യുന്ന, ഒഴിവാക്കപ്പെടുന്ന, ത്യജിക്കപ്പെടുന്ന ക്യാപിറ്റലിന്റെ അളവിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? കുറവ് സംഭവിക്കുന്നുണ്ട്. ഡിമിനിഷിംഗ് റേറ്റ് ആണ് കാണിക്കുന്നത്. It means that the marginal rate of technical substitution is diminishing. Marginal rate of technical substitution എപ്പോഴും എന്താണ്? Diminishing ആണ്. This concept of the diminishing marginal rate of technical substitution, that is DMRTS, is parallel to the principle of diminishing marginal rate of substitution in the indifference curve technique. നമ്മൾ ഇൻഡിഫറൻസ് കർവ് ടെക്നിക്കിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? നമ്മളെ MRS ഡിമിനിഷിംഗ് ആണ്. നമ്മളെ X എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ സെയിം അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിവൺ അപ്പ് ചെയ്യുന്ന Y എന്ന് പറയുന്ന കൊമോഡിറ്റിയുടെ അളവിൽ കുറവാണ് സംഭവിക്കുന്നത് എന്നുള്ളതായിരുന്നു മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെയാണ് ഇത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനും. നമ്മൾ അഡീഷണൽ ആയിട്ട് ലേബറിനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ത്യജിക്കപ്പെടുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്മോളർ ആൻഡ് സ്മോളർ ആണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. This tendency of diminishing marginal substitutability of factor is apparent from table and figure. ഈ ഒരു ടെൻഡൻസിയാണ് ആ ടേബിളിലും ആ ഒരു ഫിഗറിലും നമ്മൾ കണ്ടത്. The MRTS LC continues to decline from 3:5 to 1:5 അല്ലെ. 3:5 എന്നിടത്ത് നിന്നും 1:5 അല്ലെങ്കിൽ 3/5 എന്നിടത്ത് നിന്നും 1/5 എന്നായിട്ട് എന്ത് കുറഞ്ഞിട്ടുണ്ട്? MRTS LC കുറഞ്ഞിട്ടുണ്ട്. Whereas in the figure the vertical lines below the triangle on the isocon becomes smaller and smaller as we move downwards, so that GR less than BT less than AS. നമ്മൾ ഈ വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ കണ്ടല്ലോ, ആ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.
Thus, the marginal rate of technical substitution diminishes as labor is substituted for capital. അപ്പം ലേബർ ക്യാപിറ്റലിന് പകരം ലേബർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും തോറും എന്ത് ചെയ്യാണ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഐസോകോൺ മസ്റ്റ് ബി കോൺവെക്സ് ടു ദ ഒറിജിൻ അറ്റ് എവറി പോയിന്റ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഐസോകോണ്ട് എപ്പോഴും കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിട്ട് മാറുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. MRTS-LK അതായത് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെൽറ്റ സി ബൈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറിന്റെയും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെയും റേഷ്യോക്ക് ഈക്വൽ ആണ്. MRTS-LK ഈസ് ഈക്വൽ ടു MPL ഡിവൈഡഡ് ബൈ MPK. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോ പ്രോഡക്റ്റ് കർവ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട് കർവ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോ പ്രോഡക്റ്റ് കർവ് ഓർ ഐസോകോണ്ട് കർവ്സ് എന്ന് നോക്കാം. ഐസോ പ്രോഡക്റ്റ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റിലേക്കുള്ള ഒരു ഡൗൺവേർഡ് സ്ലോപ്പാണ് എന്ത് കാണിക്കുന്നത്, ഐസോ പ്രോഡക്റ്റ് കർവ് ഓർ ഐസോകോണ്ട് കർവ് കാണിക്കുന്നത്. The slope downward because MTRS of labor for capital diminishes. MRTS ഓഫ് ലേബർ എപ്പോഴും എന്താണ്, ഡിമിനിഷസ് ആണ്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആയതുകൊണ്ടാണ് ഇത് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ട് വരുന്നത്. When we increase labor, we have to decrease capital to produce a given level of output. ഒരു given level of output പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ലേബറിന്റെ അളവിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, ക്യാപിറ്റലിന്റെ അളവിൽ ഡിക്രീസ് ചെയ്യണം. It shows that when the amount of labor is increased from OL to OL1, ഈ OL-ൽ നിന്നും OL1 ആയിട്ട് ലേബറിന്റെ അളവ് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്യാപിറ്റൽ ഹാസ് ബി ഡിക്രീസ്ഡ് ഫ്രം OK ടു OK1. ക്യാപിറ്റൽ OK-യിൽ നിന്നും OK1 ആയിട്ട് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ലേബർ OL-ൽ നിന്നും OL1 ആയിട്ട് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റല് OK-യിൽ നിന്നും OK1 ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഐസോ പ്രോഡക്റ്റ് കർവിന് ഡൗൺവേർഡ് സ്ലോപ്പ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് വരുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഐസോകോൺസ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. Like indifference curves, isocones are convex to the origin. In order to understand this fact, we have to understand the concept of diminishing marginal rate of technical substitution, that is MRTS. Because convexity of an isocone implies that the MRTS diminishes along the isocone. നമ്മൾ പറഞ്ഞു MRTS എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഡിമിനിഷിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. നമ്മൾ താഴേക്ക് പോകും തോറും, ഒരു ഐസോകോണ്ടിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് പോകും തോറും MRTS കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി ക്വാണ്ടിറ്റി ഓഫ് കെ which can be given up in exchange for an additional unit of L. Marginal rate of technical substitution between labor and capital എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, as the quantity of K ഗിവൺ അപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, അഡീഷണൽ ആയിട്ട് ലേബറിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അഡീഷണൽ ലേബറിനെ എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കെ എന്ന് പറയുന്ന ഫാക്ടറിന്റെ ക്വാണ്ടിറ്റി എപ്പോഴും ഗിവൺ അപ്പ് ചെയ്യും. ഇറ്റ് ക്യാൻ ആൽസോ ബി ഡിഫൈൻഡ് ആസ് ദി സ്ലോപ്പ് ഓഫ് ആൻ ഐസോകോൺ. ഇത് സ്ലോപ്പായിട്ടും ഐസോകോണിന്റെ സ്ലോപ്പായിട്ടും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് MRTS-LK ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു DK ബൈ DL. അതായത് മൈനസ് ഡെൽറ്റ കെ ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ഈ മൈനസ് കാണിക്കുന്നത് എന്തിനെയാണ്, മൈനസ് വാല്യൂ ആണ് എന്നല്ല, ഒരു ഇൻവേഴ്സ് റിലേഷനെയാണ് ഈ ഒരു മൈനസ് ചിഹ്നം കാണിക്കുന്നത്. വേർ delta K is the change in capital and delta L is the change in labor. Equation states that for an increase in the use of labor, fewer units of capital will be used. ലേബറിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഫീവർ യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്താൽ മതി. കൂടുതൽ ലേബർ എടുക്കും തോറും ക്യാപിറ്റലിന്റെ അളവ് കുറക്കാം എന്നുള്ളതാണ്. ഇനി
In other words, a declining MRTS refers to the falling marginal product of labor in relation to capital. അപ്പോൾ ഡിക്ലൈനിങ് MRTS മറ്റൊരു കാര്യം കൂടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ദ ഫോളിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്താണ്? ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. ടു പുട്ട് ഇറ്റ് ഡിഫറെന്റ്ലി, ആസ് മോർ യൂണിറ്റ്സ് ഓഫ് ലേബർ ആർ യൂസ്ഡ് ആൻഡ് ആസ് സർട്ടൻ യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആർ ഗിവൺ അപ്പ്, ദി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻ റിലേഷൻ ടു ക്യാപിറ്റൽ വിൽ ഡിക്ലൈൻ. നമ്മൾ മോർ യൂണിറ്റ്സ് ഓഫ് ലേബർ യൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ മോർ യൂണിറ്റ്സ് ഓഫ് ലേബർ യൂസ് ചെയ്യും തോറും എന്ത് ചെയ്യേണ്ടി വരും? ക്യാപിറ്റലിന്, സർട്ടൻ യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലിന് അവിടെ ഗിവൺ അപ്പ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് ലേബറിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ കുറവ് സംഭവിക്കുകയും ക്യാപിറ്റലിനെ അപേക്ഷിച്ച് ലേബറിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ കുറവ് സംഭവിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഡിമിനിഷിംഗ് ആണ്. ഇത്രയും വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ, ഈ ഒരു ലെങ്ത് എപ്പോഴും എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഡിമിനിഷിംഗ് MRTS എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാണ്? ടു ഐസോപ്രോഡക്റ്റ് കർവ്സ് നെവർ കട്ട് ഈച്ച് അതർ. ടു ഐസോപ്രോഡക്റ്റ് കർവ് എന്ത് ചെയ്യില്ല? നെവർ കട്ട് ഈച്ച് അതർ, ഒരിക്കലും കട്ട് ചെയ്യില്ല. രണ്ട് ഐസോകോൺസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്ത് പോവില്ല, ഒരിക്കലും കട്ട് ചെയ്തിട്ട് പോവില്ല. As two indifference curves cannot cut each other, two isoproduct curves cannot cut each other. നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവും എന്ത് ചെയ്യില്ല? കട്ട് ചെയ്ത് പോവില്ല. അതുപോലെ തന്നെ ഐസോപ്രോഡക്റ്റ് കർവ്സും എന്ത് ചെയ്യില്ല? കട്ട് ചെയ്ത് പോവില്ല. ഇൻ ഫിഗർ ടു ഐസോപ്രോഡക്റ്റ് കർവ്സ് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇവിടെ എന്താ ചെയ്യുന്നത്? ടു ഐസോകോൺ കർവ്സ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ബോത്ത് കർവ്സ് IQ1 ആൻഡ് IQ2 റെപ്രസെന്റ് ടു ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. അല്ലെ, IQ1 എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ടും IQ2 എന്ന് പറയുന്നത് കാണിക്കുന്നത് മറ്റൊരു ഔട്ട്പുട്ടുമാണ്. ബട്ട് ദേ ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ അവ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ കോമ്പിനേഷൻ A ഈസ് ഈക്വൽ ടു B ആൻഡ് കോമ്പിനേഷൻ A ഈസ് ഈക്വൽ ടു C. അതിനർത്ഥം Aയും Bയും ഈക്വൽ ആണ്, Aയും Cയും ഈക്വൽ ആണ് എന്നുള്ളതാണ്. കാരണം രണ്ടും സെയിം ഔട്ട്പുട്ട് ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. Therefore B must be equal to C. This is absurd. അല്ലെ, ഈ A എന്ന് പറയുന്നത് Cക്ക് ഈക്വൽ ആണ്, A എന്ന് പറയുന്നത് Bക്ക് ഈക്വൽ ആണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. ഏതെങ്കിലും ഒന്നിനെ ഇത് ഈക്വൽ ആവാൻ സാധ്യതയുള്ള, കാരണം ഒരു കോമ്പിനേഷൻ ഒരിക്കലും രണ്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ട് തരില്ല. അത് എപ്പോഴും വൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാത്രമേ നൽകുകയുള്ളൂ. Therefore, two curves which represent two levels of output cannot intersect each other. ആ ഒരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? ടു ഇൻഡിഫറൻസ് കർവ് ആയാലും ടു ഐസോകോൺസ് ആയാലും ഒരിക്കലും കട്ട് ചെയ്ത് പോവാത്തത്. Then fourth property is higher isoproduct curves represent higher level of output. ഹയർ ആയിട്ടുള്ള ഒരു ഐസോകോണ്ട് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. In the figure, units of labor have been taken on OX axis while on over units of capital. IQ1 represents an output level of 100 units whereas IQ2 represents 200 units of output. അല്ലേ, ഇവിടെ ലാബറും ഇവിടെ ക്യാപിറ്റലുമാണ്. ഇവിടെ IQ1 100 യൂണിറ്റ്സ് ഓഫ് ലാബർ 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിനെയും IQ2 200 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. A എന്ന് പറയുന്ന പോയിന്റിൽ L യൂണിറ്റ്സ് ഓഫ് ലേബറും K യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും കൂടെ എംപ്ലോയ് ചെയ്യിപ്പിച്ചാൽ IQ1 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി K1 ആൻഡ് L1 യൂണിറ്റ്സ് ഓഫ് ലേബർ, L1 യൂണിറ്റ്സ് ഓഫ് ഫാക്ടേഴ്സിനെ കമ്പൈൻ ചെയ്യിച്ചാൽ നമുക്ക് B എന്ന് പറയുന്ന പോയിന്റിൽ 200 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആണ് ലഭിക്കുന്നത്. നമുക്കറിയാം ഹയർ ആയിട്ടുള്ള IQ2 എന്ന് പറയുന്നതാണ് ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഹയർ ആയിട്ടുള്ള ഐസോകോണ്ട്. ആ ഐസോകോണ്ട് എന്ത് നൽകുന്നുണ്ട്? ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാണ്? ഐസോകോൺസ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ഇതൊരിക്കലും പാരലൽ ആയിരിക്കണം എന്നില്ല. എല്ലാ ഐസോകോൺസും ഒരിക്കലും ഒന്നിനോട് പാരലൽ ആയിരിക്കണം എന്നൊന്ന് ഇല്ല. It so happens because the rate of substitution in different isocone schedules need not be necessarily equal. അതായത് പാരലൽ ആവുക മീൻസ് സ്ലോപ്പ് ഈക്വൽ ആവുകയാണ് എന്നാണല്ലോ. ഐസോകോണിന്റെ സ്ലോപ്പ് ഏതാണ്? MRTS ആണ്. ഈ MRTS ഈക്വൽ ആയാലേ അത് പാരലൽ ആയിട്ട് വരും. പക്ഷെ ഇപ്പോഴും MRTS ഈക്വൽ ആവണം എന്നില്ല. പലപ്പോഴും MRTS ഡിഫറെന്റ് ആയിട്ടും വരാം. Usually there are found different and therefore isocones may not be parallel as shown in figure.
We may note that the isochrone IQ1 and IQ2 are parallel, but the isochrone IQ3 and IQ4 are not parallel to each other. ഇവിടെ നമ്മൾ IQ1ഉം IQവും IQ1ഉം പാരലൽ ആണ് അല്ലെ. പക്ഷെ IQ3യും IQ4ഉം അല്ലെങ്കിൽ IQ1ഉം IQ3യും പാരലൽ ആണോ? അല്ല. അതായത് ഇതിന്റെ MRTS ഈക്വൽ ആണ്, ഇവിടെ MRTS ഈക്വൽ അല്ല. MRTS ഈക്വൽ ആയാൽ മാത്രമേ പാരലൽ ആയിട്ട് വരൂ. കാരണം പാരലൽ ആവുക മീൻസ് സ്ലോപ്പ് ഈക്വൽ ആവുകയാണ് എന്നുള്ളതാണ്. Then sixth property is no isochrone can touch either axis. ഒരു ഐസോകോണും എന്ത് ചെയ്യില്ല, ഒരു ആക്സിസിനെ ടച്ച് ചെയ്ത് പോവില്ല. ഒരിക്കലും എക്സ് ആക്സിസിനെയോ വൈ ആക്സിസിനെയോ ഐസോകോൺസ് ടച്ച് ചെയ്ത് പോവില്ല. അത് ഇൻഡിഫറൻസ് കർവ് ആയാലും അതെ. If an isochrone touches x axis, it would mean that the product is being produced with the help of labor alone without using capital at all. അതായത് ഈ ഒരു എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു IQ എന്ന് പറയുന്ന ഇത്രയും ലെവൽ ഓഫ് ഔട്ട്പുട്ട് ലേബർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. പക്ഷെ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒന്ന് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. അത് ഇവിടെ അങ്ങനെ തന്നെ ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഐസോകോൺസ് ഒരിക്കലും ഒരു ആക്സിസിനെയും ടച്ച് ചെയ്യില്ല എന്ന് പറയുന്നത്. ദിസ് ലോജിക്കൽ absurdities for OL units of labor alone are unable to produce anything. Similarly, OC units of capital alone cannot be produced anything without the use of labor. Therefore, as seen figure, IQ and IQ1 cannot be isochrones. Then seventh property is each isochrone is oval shaped. എല്ലാ ഐസോകോണ്ടും എന്താണ്? ഓവൽ ഷേപ്ഡ് ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് അറ്റ് സം പോയിന്റ് ഇറ്റ് begins to recede from each axis. This shape is a consequence of the fact that if a producer uses more of capital or more of labor or more of both than is necessary, the total product will eventually decline. The frame will produce only in those segments of the isochrone which are convex to the origin and lies between the ridge lines. അതായത് എല്ലാ ഐസോകോണ്ടും ഓവൽ ഷേപ്പാണ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു പറയുന്ന ഐസോകോണിന്റെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലും ഏതൊരു റീജിയനിലും ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. ഒരു പ്രൊഡ്യൂസർ എപ്പോഴും പ്രൊഡക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഐസോകോണ്ട് കോൺവെക്സ് ടു ഒറിജിൻ ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ റിഡ്ജ് ലൈനിനകത്തുള്ള, എന്താണ് റിഡ്ജ് ലൈൻ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, റിഡ്ജ് ലൈൻ നമ്മൾ പോകും. ഈ റിഡ്ജ് ലൈനിനകത്തുള്ള, ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക, ഈ OA OB എന്ന് പറയുന്നതാണ് രണ്ട് റിഡ്ജ് ലൈൻസ്. ഈ റിഡ്ജ് ലൈൻസിന് അകത്തുള്ള ഈ ഒരു സെഗ്മെന്റിൽ മാത്രമേ ഒരു പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ദിസ് ഈസ് ദി ഇക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ. ഈ ഒരു ഫിഗറാണ് അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ ആണെന്ത്? ഇക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. റിഡ്ജ് ലൈൻസിന്, രണ്ട് റിഡ്ജ് ലൈനിനും അകത്തുള്ള ഈ പോയിന്റ്സ് ആണെന്ത്? എക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്കണോമിക് റീജിയനിൽ മാത്രമേ ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. Curves OA and OB are the ridge lines, and in between them only feasible units of capital and labor can be employed to produce 100, 200, 300 and 400 units of the product. Then, for example, OT units of labor and ST units of the capital can produce 100 units of product. Like OT units of labor ST units of capital. OT units of labor ST units of capital കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും അല്ലെ. ബട്ട് ദ സെയിം ഔട്ട്പുട്ട് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ലേബർ T ആൻഡ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ. അതേ ഔട്ട്പുട്ട് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാനാവും? ഈ OT എന്ന് പറയുന്ന ഈ ഒരു ലേബറും ഈ ഒരു OSനേക്കാളും കുറവ് ഇത്രയും ക്യാപിറ്റലും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ എത്രയും യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ട ആവശ്യമല്ലോ ഇല്ല. ഇവിടെ ഈ ഒരു ക്യാപിറ്റൽ, ഇത്രയും എന്ന് പറയുന്ന ക്യാപിറ്റൽ എന്തായിട്ട് പോയി? ഈ ഒരു ഇത്രയും ക്യാപിറ്റൽ ES മുതൽ ഈ വരെയുള്ള ക്യാപിറ്റൽ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോയി. അതിനർത്ഥം ഇതിനേക്കാളും കുറവ് രീതിയിലുള്ള ക്യാപിറ്റൽ യൂസ് ചെയ്താലും 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാവും.
അതുകൊണ്ട് തന്നെ ഇത്രയും യൂണിറ്റ്സ് ഓഫ് ഈ ഒരു വി എസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ എസ് എന്ന് പറയുന്ന പോയിന്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എന്തുതന്നെയാണ് കിട്ടുന്നത്? 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പക്ഷെ OT എന്ന് പറയുന്ന ലേബർ യൂസ് ചെയ്താൽ നമുക്ക് ഇത്രയും ക്യാപിറ്റൽ യൂസ് ചെയ്താലും 100 യൂണിറ്റ്സ് കിട്ടും, ഇത്രയും ക്യാപിറ്റൽ യൂസ് ചെയ്താലും 100 യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഈ വി എസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാപിറ്റലിനെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയാണ് ചെയ്യുന്നത്. എവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ? ഈ റിഡ്ജ് ലൈനിന് അപ്പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ. അതേസമയം റിഡ്ജ് ലൈനിനകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു എക്കണോമിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറിന് ലാഭമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Thus, only an unwise entrepreneur will produce in the dotted region of the isocon 100. അല്ലെ, ഒരു അൺവൈസ് ആയിട്ടുള്ള ഒരു എന്റർപ്രണർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു ഡോട്ടഡ് ഏരിയയിൽ റിഡ്ജ് ലൈനിന് അപ്പുറത്തും അപ്പുറത്തുള്ള 2 റിഡ്ജ് ലൈനിൻ്റെയും അപ്പുറത്തുള്ള റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ദി ഡോട്ടഡ് സെഗ്മെന്റ്സ് ഓഫ് ആൻ ഐസോകോൺസ് ആർ ദി വേസ്റ്റ് ബിയറിംഗ് സെഗ്മെന്റ്സ്. വേസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ഒരു ഡോട്ടഡ് ഏരിയസിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വേസ്റ്റേജ് സംഭവിക്കും. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേസ്റ്റേജ് ആണ് സംഭവിക്കുന്നത് എന്നാണ് അർത്ഥം. ദേ ഫോം ദി അൺഎക്കണോമിക് റീജിയൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് അൺഎക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഈ ഡോട്ടഡ് ഏരിയാസ്. ഈ 2 റിഡ്ജ് ലൈനിന് ഇപ്പുറത്തുമുള്ള ഡോട്ടഡ് ഏരിയാസ് എന്താണ്? അൺഇക്കണോമിക് റീജിയൻസ് ആണ്. In the up dotted portion, more capital and in the lower dotted portion, more labor than necessarily is employed. ഇവിടെ ഈ ഒരു OA എന്ന് പറയുന്ന റിഡ്ജ് ലൈനിന് അപ്പുറത്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റലിനെ വേസ്റ്റേജ് ആക്കി കളയാണ്. ഈ ഒരു OB എന്ന് പറയുന്ന റിഡ്ജ് ലൈനിന് ഇപ്പുറത്താണ് ഈ ഡോട്ടഡ് ഏരിയസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലേബറിനെ വേസ്റ്റേജ് ആക്കി കളയാണ് എന്നാണ് അർത്ഥം. ഹെൻസ് GH, JK, LM, GH, JK, LM, NP segments of the LM of the elliptical curves are the isocons. അല്ലെ, ഈ ഒരു GH, JK, LM, NP എന്ന് പറയുന്ന ഈ ഒരു കേവുകളാണ്, ഈ കോൺവെക്സ് ആയിട്ടുള്ള കേവുകളാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഐസോകോൺസ് ആയിട്ട് കണക്കാക്കുന്നത്. ശരിക്കും ഐസോകോൺസ് ഒരു ഓവൽ ഷേപ്പ് ആണ്. പക്ഷെ നമ്മൾ കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറയുന്നത് എക്കണോമിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള റീജിയൻ മാത്രമേ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യൂ എന്നുള്ളതിനാണ് കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറയുന്നത്. ഈ സെഗ്മെന്റിനെ മാത്രമേ നമ്മൾ ഐസോകോണ്ടായിട്ട് കണക്കാക്കുന്നുള്ളൂ. ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിഫറൻസ് കർവ്സ് ആൻഡ് ഐസോകോൺ കർവ്. നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവും ഐസോകോൺ കർവും ഒരേ രീതിയിലുള്ള ആശയമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി ഈ ഇൻഡിഫറൻസ് കർവും ഐസോകോൺ കർവും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The first one is isocon curve expresses the quantity of output. Isocon curve എന്ത് ചെയ്യുന്നുണ്ട്? ക്വാണ്ടിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. Each curve refers to given quantity of output while indifference curve to the quantity of satisfaction. ഇൻഡിഫറൻസ് കർവ് സാറ്റിസ്ഫാക്ഷനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഐസോകോൺ കർവ് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി ടെൽസ് ദാറ്റ് ദി കോമ്പിനേഷൻസ് ഓൺ എ ഗിവൺ ഇൻഡിഫറൻസ് കർവ് ഈൽഡ് മോർ സാറ്റിസ്ഫാക്ഷൻ ദാൻ ദ കോമ്പിനേഷൻ ഓൺ എ ലോവർ ഇൻഡിഫറൻസ് കർവ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് അവിടെ മോർ ലെസ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എത്രയാണ് മോർ എത്രയാണ് ലോവർ എന്നുള്ളത് നമുക്ക് ഇൻഡിഫറൻസ് കർവിന്റെ കേസിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഐസോകോണിന്റെ കേസിൽ 100 യൂണിറ്റ്സ് 200 യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ടിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. Then isocon curve represents the combinations of the factors whereas indifference curve represents the combination of the goods. ഇവിടെ isocon curve represent ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സിനെയാണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയാണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോമ്പിനേഷനെയാണ് ഐസോകോൺ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. Then isocon curve gives information regarding the economic and uneconomic region of production. Indifference curve provides no information regarding the economic and uneconomic region of consumption. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസോകോൺ കർവ് എക്കണോമിക് റീജിയനെയും അൺഎക്കണോമിക് റീജിയനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷനെ സംബന്ധിച്ചുള്ള എക്കണോമിക് റീജിയൻ, പ്രൊഡക്ഷൻ നടത്തുന്നതിനുള്ള എക്കണോമിക് റീജിയൻ ഏതാണ്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റീജിയൻ ഏതാണ്, ഏറ്റവും പ്രൊഡക്ഷൻ നടത്താൻ പാടില്ലാത്ത റീജിയൻ ഏതാണെന്ന് പറഞ്ഞ് തരംതിരിക്കുന്നത് ആരാണ്? ഐസോകോൺ കർവ് ആണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള റീജിയനും ആര് പറയുന്നില്ല, ആര് ഗിവ് ചെയ്യുന്നില്ല?
ഇൻഡിഫറൻസ് കർവ് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നില്ല. Slope of an isocone curve is influenced by the technical possibility of substitution between factors of production. അതായത് സ്ലോപ്പ് ഓഫ് ദ ഐസോകോൺ എന്ന് പറയുന്നത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ടെക്നിക്കൽ പോസിബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനെയാണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്? ഐസോകോണിന്റെ സ്ലോപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് MRTS എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. വെറാസ് സ്ലോപ്പ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ് ഡിപ്പെൻഡ്സ് ഓൺ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ടു കമ്മോഡിറ്റീസ് കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമർ. ഇവിടെ ടെക്നിക്കലി ആയിട്ടുള്ള പോസിബിലിറ്റീസിനെയാണ് MRTS അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ഐസോകോൺ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരും. സബ്സ്റ്റിറ്റ്യൂഷന്റെ റേറ്റ്സിന് മാത്രമേ ഇവിടെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനെ മാത്രമേ ഇൻഡിഫറൻസ് കർവ് മെഷർ ചെയ്യുന്നുള്ളൂ. Then what is isocost line? എന്താണ് isocost line? The isocost line is similar to the price or budget line of the indifference curve analysis. Indifference curve analysisൽ നമ്മൾ എന്ത് കണ്ടിരുന്നു? പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബജറ്റ് ലൈൻ കണ്ടിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒന്നാണ് ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. It is a line which shows the various combinations of factors that will result in the same level of total cost. ഈ ഒരു ഐസോകോസ്റ്റ് ലൈന് എന്താണ് ഷോ ചെയ്യുന്നത്? വാരിയസ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ സെയിം ലെവൽ ഓഫ് ടോട്ടൽ കോസ്റ്റ്. സെയിം ലെവൽ ഓഫ് ടോട്ടൽ കോസ്റ്റ് നൽകുന്ന ഫാക്ടേഴ്സിന്റെ വാരിയസ് കോമ്പിനേഷനെയാണ് ഐസോകോസ്റ്റ് ലൈന് കാണിക്കുന്നത്. ബജറ്റ് ലൈൻ എന്തിനെയായിരുന്നു കാണിച്ചിരുന്നത്? പ്രൈസും ഇൻകവും അല്ലെ? പ്രൈസും ഇൻകവും തന്നാല് സെയിം ഇൻകത്തിൽ നിന്നും ഒരു കൺസ്യൂമറുടെ ഇൻകത്തിനകത്ത് നിന്നും ആ ഒരു ബജറ്റ് കൺസ്ട്രെയിന്റ് എത്രയാണോ അത് ആ ഒരു കൺസ്ട്രെയിന്റിനെ മൊത്തം ചെലവഴിച്ചാൽ എത്ര കൺസ്യൂം ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ പ്രൈസ് ലൈന് കാണിച്ചിരുന്നത്. ഇവിടെ കാണിക്കുന്നത് ടോട്ടൽ കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ടോട്ടൽ കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. It refers to those different combinations of two factors that a firm can obtain at the same cost. സെയിം കോസ്റ്റിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ടു ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷനെയാണ് ഈ ഒരു ഐസോകോസ്റ്റ് ലൈന് explain ചെയ്യുന്നത്. Just as there are various isocone curves, so there are various isocost lines corresponding to different levels of output. Different levels of outputന് സമാനമായിട്ടുള്ള ഒരുപാട് ഐസോകോൺസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ വാരിയസ് ആയിട്ടുള്ള ഐസോകോസ്റ്റ് ലൈൻസും ഉണ്ടായിരിക്കും. Isocost line may be defined as the line which shows different possible combinations of two factors that the producer can afford to buy given his total expenditure to be incurred on these factors and price of the factors. അതായത് സെയിം കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഒരു എന്റർപ്രണറെ സംബന്ധിച്ച് സെയിം അഫോർഡബിൾ ആയിട്ടുള്ള സെയിം കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോമ്പിനേഷനെയാണ് ഐസോകോസ്റ്റ് ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത്. The concept of isocost line can be explained with the help of the following table and figure. Suppose the producer's budget for the purchase of labor and capital is fixed ₹100. ഒരു പ്രൊഡ്യൂസറിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലേബറും ക്യാപിറ്റലും പർച്ചേസ് ചെയ്യുന്നതിന് ഒരു പ്രൊഡ്യൂസറുടെ കയ്യിലുള്ളത് 100 രൂപയാണെന്ന് വെച്ചു. ക്യാപിറ്റൽ അതിന് purchase of labor and capital is fixed at ₹100. Further, suppose that a unit of labor costs the producer the producer ₹10 while a unit of capital ₹20. അതായത് ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ 100 രൂപയുണ്ട്. ആ 100 രൂപയുടെ അകത്ത് നിന്ന് മാത്രമേ ഈ ലേബറും ക്യാപിറ്റലും പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ആ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ലേബറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപ. ഒരു യൂണിറ്റ് ഓഫ് ലേബറിന് 10 രൂപയും 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലിന് 20 രൂപയുമാണ്. അപ്പോൾ ലേബറിന് 10 രൂപയും ക്യാപിറ്റലിന് 20 രൂപയുമാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര വരാൻ കഴിയൂ? 100 രൂപ മാത്രമേ വരാൻ കഴിയൂ. ഈ 100 രൂപക്കകത്ത് നിന്നുകൊണ്ട് എത്ര യൂണിറ്റ്സ് ഓഫ് ലേബറും എത്ര യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും വാങ്ങിക്കാൻ കഴിയും? അതിന്റെ കോമ്പിനേഷനെയാണ് എന്ത് കാണിക്കുന്നത്? ഐസോകോസ്റ്റ് ലൈൻ കാണിക്കുന്നത്. ഇനി മൊത്തം 100 രൂപയും ലേബറിന് വേണ്ടി ചെലവഴിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? 10 യൂണിറ്റ്സ് ഓഫ് ലേബർ വാങ്ങിക്കാൻ കഴിയും. ആ സമയത്ത് 0 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ വാങ്ങിക്കാൻ കഴിയും. ഇനി ടോട്ടൽ 100 റുപ്പീസും ക്യാപിറ്റൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ 5 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയൂ. ലേബർ 0 ആയിരിക്കും. ദെൻ
4 and 3 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനും 2 and 4 എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷനും അവിടെ എംപ്ലോയ് ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കഴിയും. എന്നാലും എന്തുതന്നെയാണ് 100 യൂണിറ്റ്സ് അല്ലെങ്കിൽ 100 റുപ്പിയാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരികയുള്ളൂ. ഇങ്ങനെ ഇതാണ് അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറും തന്നാൽ ആ ഒരു സെയിം എക്സ്പെൻഡിച്ചറിനകത്ത് നിന്നിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം കോമ്പിനേഷൻ, രണ്ട് ഫാക്ടേഴ്സിൻ്റെ എത്രത്തോളം കോമ്പിനേഷൻ വാങ്ങിക്കാൻ കഴിയും, യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കോസ്റ്റ് ലൈൻ, ഐസോ കോസ്റ്റ് ലൈൻ കാണിക്കുന്നത്. From the table cited above, the producer can adopt the following options. അപ്പം ഈ ഒരു ടേബിളിൽ നിന്നും നമുക്ക് താഴെ പറയുന്ന ഇത്തരം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സ്പെൻഡിങ് ഓൾ ദി മണി ഓൺ ദി പർച്ചേസ് ഓഫ് ലേബർ, ഹി ക്യാൻ ഹയർ 10 യൂണിറ്റ്സ് ഓഫ് ലേബർ. ഇനി അദ്ദേഹം എന്ത് ചെയ്യാണ്, എല്ലാ രൂപയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 100 രൂപയും ലേബർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് ടോട്ടൽ 10 യൂണിറ്റ്സ് ഓഫ് ലേബർ മാത്രമേ പർച്ചേസ് ചെയ്യാൻ കഴിയൂ. സ്പെൻഡിങ് ഓൾ ദി മണി ഓൺ ദി ക്യാപിറ്റൽ, ഹി മേ ബൈ 5 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. ഇനി എല്ലാതും ക്യാപിറ്റൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് 5 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ബൈ ചെയ്യാൻ കഴിയും. Spending the money on both labor and capital, he can choose between various possible combinations of labor and capital such as 4-3 and 2-4. ഇനി ലേബറിനും ക്യാപിറ്റലും കൂടെ രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ 4 and 3 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനും 2-4 എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷനും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇതാണ് ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ബജറ്റ് ലൈനിൻ്റെ പോലെ തന്നെയാണ്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ 5 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ മാത്രവും 0 യൂണിറ്റ്സ് ഓഫ് ലേബറുമാണ്. ഡി എന്ന് പറയുന്ന പോയിന്റിൽ 10 യൂണിറ്റ്സ് ഓഫ് ലേബറും 0 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലുമാണ് കാണിക്കുന്നത്. ബിയിൽ 4 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് 2 യൂണിറ്റ്സ് ഓഫ് ലേബർ. ദെൻ സി 4 യൂണിറ്റ്സ് ഓഫ് ലേബർ ആൻഡ് 3 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് ഐസോ കോസ്റ്റ് ലൈൻ. In figure, labor is given on OX axis and capital on OY axis. The point A, B, C, D and convey the different combinations of two factors, capital and labor, which can be purchased by spending ₹100. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. Point A indicates 5 units of capital and no units of labor, while point D represents 10 units of labor and no units of capital. നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തല്ലോ, 10 യൂണിറ്റ്സ് ഓഫ് ലേബർ മാത്രമേ ഡി എന്ന പോയിന്റിൽ വാങ്ങാൻ കഴിയൂ. ഇവിടെ 5 യൂണിറ്റ്സ് ഓഫ് ലേബറും ക്യാപിറ്റലും വാങ്ങിക്കാൻ കഴിയും. ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റിലും സി എന്ന് പറഞ്ഞ പോയിന്റിലും ഇത്രയും 4 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും 2 യൂണിറ്റ്സ് ഓഫ് ലേബറും എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനും 3 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു 4 യൂണിറ്റ്സ് ഓഫ് ലേബർ എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷനും കൂടെ പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇനി പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ഓർ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓർ ലീസ്റ്റ് കോമ്പിനേഷൻ. ഇനി പ്രൊഡ്യൂസേഴ്സിന്റെ ഇക്വിലിബ്രിയം എവിടെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എവിടെയാണ് ഒക്കർ ചെയ്യുന്നതെന്ന് നോക്കാം. In simple words, producer's equilibrium implies to the situation in which producer maximizes his profit. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്ത് സിറ്റുവേഷൻ ആണ്, പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇൻ ഷോർട്ട്, ദ പ്രൊഡ്യൂസർ ഈസ് പ്രൊഡ്യൂസിങ് ഗിവൺ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് വിത്ത് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷനിൽ ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയാം, പ്രൊഡ്യൂസറിന്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ദി ഫാക്ടേഴ്സ്. ഇതിനെ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ദി ഫാക്ടേഴ്സ് എന്നും പറയുന്നുണ്ട്. Optimum combination is that combination at which either the output derived from a given level of input is maximum. ഔട്ട്പുട്ട് ഡിറൈവ്ഡ് ഫ്രം എ ഗിവൺ ലെവൽ ഓഫ് ഇൻപുട്ട് ഈസ് മാക്സിമം ആവണം അല്ലെ. ഗിവൺ ലെവൽ ഓഫ് ഇൻപുട്ടിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താവണം, മാക്സിമം ആവണം. അല്ലെങ്കിൽ പിന്നെ എന്താവണം, ദി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഗിവൺ ഔട്ട്പുട്ട് ഈസ് മിനിമം. പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് മിനിമം ആവണം. ഇങ്ങനെയാണ് ഒപ്റ്റിമം കോമ്പിനേഷൻ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന്, ഗിവൺ ലെവൽ ഓഫ് ഇൻപുട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും, അല്ലെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും. അതിനെ രണ്ടിനെ നമുക്ക് എന്ത് പറയാനാവും, ഒപ്റ്റിമം കോമ്പിനേഷൻ ആണ്, പ്രൊഡ്യൂസറുടെ ഒപ്റ്റിമം കോമ്പിനേഷൻ ആണെന്ന് പറയാനാവും. For producer's equilibrium or optimum combination, it must fulfill following two conditions. പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമം കോമ്പിനേഷൻ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം.
First one, at the point of equilibrium, the isocost line must be tangent to isocone curve. Isocost line isocone curve എന്ത് ചെയ്യണം? Tangent ചെയ്യണം. At point of tangency, isocone curve must be convex to the origin. ഈ ഒരു ടാൻജൻസിയിൽ ഐസോകോസ്റ്റ് ലൈന് ഐസോകോണ്ടിന് ടാൻജന്റ് ചെയ്യുമ്പോൾ ഐസോകോണ്ട് കർവിന്റെ ഷേപ്പ് എന്താവണം? കോൺവെക്സ് ടു ദി ഒറിജിൻ ആവണം. ഓർ MRTS LK മസ്റ്റ് ബി ഫോളിങ്. MRTS LK ഫോളിങ് ആയിരിക്കണം. ഇവിടെ P1 L1 എന്ന് പറയുന്ന ഒരു ഐസോകോസ്റ്റ് ലൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു IQ എന്ന് പറയുന്ന ഐസോകോണ്ട് E എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് ചെയ്യുന്നുണ്ട്. ഈ E എന്ന് പറയുന്ന പോയിന്റ് ആണെന്ത്? ഇക്വിലിബ്രിയം ഓഫ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. Kയും Hഉം Rഉം Sഉം ഒന്നും എന്തല്ല? പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം അല്ല. കാരണം എന്താണ്? P2 എന്ന് പറയുന്നത് ഹയർ കോസ്റ്റ് ആണ് കാണിക്കുന്നത് അല്ലെ. P3യും ഹയർ കോസ്റ്റ് ആണ് കാണിക്കുന്നത്. പക്ഷെ P1 ആണ് ലെസർ കോസ്റ്റിൽ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്. മാത്രമല്ല ഇവിടെയാണ് നമ്മുടെ MRTS LK എന്ന് പറയുന്നത് ഫോളിംഗ് ആയിട്ട് വരുന്നത്. നമ്മൾ ഹയർ ആയിട്ടുള്ള ബഡ്ജറ്റ് ലൈനിനെ ഹയർ ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനിനെ ടാൻജന്റ് ചെയ്യുമ്പോഴായിരുന്നു കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. ഇവിടെ ഏറ്റവും മിനിമം ഐസോകോസ്റ്റ് ലൈനിനെ താഴെ ലെവലിലുള്ള ഐസോകോസ്റ്റ് ലൈനിനെ ഐസോകോണ്ട് കർവ് ടാൻജന്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. Rഉം Sഉം Kയും Hഉം ഒന്നും പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം അവിടെ കോൺവെക്സ് ടു ദ ഒറിജിൻ ആണെന്ന് പറയാനും പറ്റില്ല അല്ലെ. MRTS LK ഫോളിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു റീജിയന് ഇവിടെയാണ് എന്ത്? പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. In figure, P1 L1 is isocost line has become tangent to isoproduct curve at point E. At this point, the slope of the isocost line is equal to the isoproduct curve. ഈ ഒരു isoproduct curveന്റെയും isocost curveന്റെയും ഈ ഒരു സ്ലോപ്പ് ഈക്വൽ ആവുന്നത് എവിടെയാണ്? ഈ E എന്ന് പറയുന്ന പോയിന്റിലാണ്. The slope of the isoproduct curve represent MRTS of labor for capital. The slope of the isocost line represent the price ratio of the two factors. ഈ ഐസോകോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? പ്രൈസ് റേഷ്യോ ആണ്. P2/P1 എന്ന് പറയുന്നതാണ് ഐസോകോസ്റ്റ് ലൈനിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. P2/P1 എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റലിന്റെ റിവാർഡിനെയും അതുപോലെ തന്നെ ലേബറിന്റെ റിവാർഡിനെയും, അതായത് W/R എന്ന് പറയുന്ന വേജ് ഡിവൈഡഡ് ബൈ റെന്റ്. ഈ ഒരു പ്രൈസ് റേഷ്യോയും MRTS LKയും എന്താവണം? ഈക്വൽ ആവണം. ഇനി സ്ലോപ്പ് ഓഫ് ദ ഐസോകോൺ കർവ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ഐസോകോസ്റ്റ് കർവ്. ദാറ്റ് ഈസ് MRTS LK ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ L/ഡെൽറ്റ K ഈസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് ഡെൽറ്റ K/ഡെൽറ്റ L ഈസ് ഈക്വൽ ടു MPL/MPK ഓർ PL/PK ഈസ് ഈക്വൽ ടു W/R. PL/PK ഈസ് ഈക്വൽ ടു W/R ആണെന്ത്? പ്രൈസ് റേഷ്യോ അല്ലെങ്കിൽ ഐസോകോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ്. Then minus delta K/delta L is equal to MPL/MPK ആണെന്ത്? നമ്മുടെ ഐസോകോണിന്റെ സ്ലോപ്പ്. ഈ രണ്ടിന്റെയും സ്ലോപ്പ് ഈക്വൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം ഓഫ് ദ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ദി പ്രൊഡ്യൂസർ സംഭവിക്കുന്നത്. ദ ഫേം എംപ്ലോയ്സ് OM യൂണിറ്റ്സ് ഓഫ് ലേബർ ആൻഡ് ON യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. ഈ എന്ന് പറയുന്ന പോയിന്റിൽ OM യൂണിറ്റ്സ് ഓഫ് ലേബറും ON യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും യൂസ് ചെയ്യുമ്പോൾ IQ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകും. ഇറ്റ് ഒബ്റ്റെയിൻസ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ടു ഫാക്ടേഴ്സ് ടു പ്രൊഡ്യൂസ് 500 യൂണിറ്റ്സ് ഓഫ് ദി കമ്മോഡിറ്റി. അപ്പോൾ 500 യൂണിറ്റ്സിന്റെ ഈ ഒരു കമ്മോഡിറ്റി ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ E എന്ന് പറയുന്ന പോയിന്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം ഇവിടെ ക്യാപിറ്റലിന്റെ അളവ് ഇത്രയും വേണ്ടി വരും. ഇവിടെ ON എന്നുള്ള മാത്രം ആവശ്യമുള്ളൂ. Thank you for watching.